ഞാനുണ്ടാക്കുന്ന ഫുഡിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡാണ് ചിക്കൻ ഫ്രൈ ബിരിയാണി. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ സാധാരണ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പിൽ മാത്രം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ആവശ്യത്തിനുള്ള ഉള്ളി ആദ്യം തന്നെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഞാൻ ആദ്യമേ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഉള്ളി ഒന്ന് വഴണ്ട് വരും. ഉള്ളി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും കൂടി ഒരുമിച്ച് അരച്ചെടുത്തത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ കുറച്ച് കറിവേപ്പിലയും. അതൊന്ന് വഴണ്ട് വരുമ്പം ആവശ്യത്തിനുള്ള തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കണം. ഇനി അതിലേക്ക് പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ചേർത്തിട്ട് ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ഗ്ലാസോളം വരുന്ന തൈരും, അരമുറി ചെറുനാരങ്ങ നീരും, പിന്നെ ഒരു പിടി മല്ലിച്ചപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഉപ്പ് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തണം കേട്ടോ. ബിരിയാണിയുടെ മസാല റെഡിയായ ഉടനെ തന്നെ നെയ്ച്ചോറ് പെട്ടെന്ന് റെഡിയാക്കി എടുത്തു. ഇനി ഇത് ദം ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഇനി ചിക്കൻ മസാലയുടെ മുകളിലായിട്ട് ഒരു ലെയർ നെയ്ച്ചോറ് ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളി, നട്ട്സ്, കിസ്മിസ്, മല്ലിച്ചപ്പ് ഇതെല്ലാം മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ദമ്മിൽ ഒരു 3/4 മണിക്കൂറോളം വെച്ചതിന് ശേഷം ചൂടോട് കൂട്ടിയിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ചിക്കൻ ഫ്രൈ ബിരിയാണി റെഡി.